വെൽക്കം ടു കലവറ. ഇന്ന് നമുക്കൊരു ചിക്കൻ ഡ്രൈ ചെയ്യാം. ചിക്കൻ 65. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ബോണോടുകൂടി ചിക്കൻ വേണമെങ്കിൽ എടുക്കാം. അതുകൂടാതെ തൈര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കോൺഫ്ലോർ, കറിവേപ്പില, ഉപ്പ്, ഇതിൻ്റെയൊക്കെ അളവ് ചെയ്യുന്നൊന്ന് പറയാം. പിന്നെ ഇത് കൂടാനുള്ള പൊടികളാണ് മുളക് പൊടി, മല്ലിപ്പൊടി, ജീരകപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി. ഇത്രയാണ് അതിന് വേണ്ടത് മറ്റു പൊടികൾ. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ തൈര്. തൈര് ഒരുപാട് വലിയ പുളിയുള്ള തൈരൊന്നുമല്ല, പുളി ഒരു ലൈറ്റായിട്ടേ ഉള്ളൂ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ. സാദാ മുളക് പൊടി 1 ടീസ്പൂൺ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. മല്ലിപ്പൊടി 1 ടീസ്പൂൺ. ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ. സാദാ ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. പെരിഞ്ജീരകപ്പൊടി 1/4 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതെല്ലാം കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. സാദാ മുളക് പൊടിക്ക് പകരം വേണമെന്നിട്ട് നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം. അതായത് കണ്ട ഓരോ പീസും ഇതാണ് സൈസ്. വലിയ പുളിയുള്ള തൈര് എടുക്കാതിരിക്കാൻ നോക്കണേ. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വെക്കണം. 1 മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ 1/2 മണിക്കൂർ വെച്ചിരുന്നാൽ മതി. ഇനി ഇത് ഇവിടെ ഇരിക്കും. ഇതിപ്പം 1 മണിക്കൂർ വെളിയിലിരുന്നു. പിന്നെ ഇതിലേക്ക് കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് 3 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ. വീഡിയോയുടെ ആവശ്യത്തിനായതുകൊണ്ട് മാത്രമാണ് ഫുഡ് കളർ ചേർക്കുന്നത്. നിങ്ങൾ വീട്ടിൽ ആവശ്യത്തിന് ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാശ്മീരി മുളക് പൊടി എടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായി. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഇടാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യേണ്ടത്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫുഡ് കളർ ചേർത്തത്. വീട്ടിലെ ആവശ്യത്തിന് ചെയ്യുമ്പോൾ ഞാൻ ചേർക്കാറില്ല. ഇതുപോലെ എണ്ണയിൽ മുങ്ങി കിടക്കണം ചിക്കൻ, എന്നാലേ നന്നായിട്ട് ഫ്രൈ ആയി വരികയുള്ളൂ. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. അടുത്തത് ഇതുപോലെ തന്നെയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലാസ്റ്റ് റൗണ്ട് ഇട്ടതും കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് വേപ്പില ഇടാം. സ്റ്റൗ ഓഫ് ചെയ്യാം.
ഇത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ചിക്കൻ്റെ ഡ്രൈ ആയിട്ടുള്ള ഡിഷ് വേണമെങ്കിൽ അതിന് ഏറ്റവും നല്ലൊരു ഡിഷാണ് ചിക്കൻ 65. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.